ജീവിതത്തിലെ അസ്വസ്ഥതകളെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. നല്ല സാക്ഷ്യമാണ്. സാധാരണ ഗ്രേഡിനേക്കാൾ 1-2 പോയിൻ്റ് കൂടുതലുള്ള ഒരു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ജോയ്സി എന്നും പറഞ്ഞൊരു മോളാണ് സാക്ഷ്യം പറഞ്ഞത്. ഉള്ള വീട് മലയാറ്റൂരാണ്, ഇപ്പോൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ഈ വൈകുന്നേരം പാടിവിടെ തീർത്ഥയാത്രയുണ്ട്, മരിയൻ തീർത്ഥയാത്രയുണ്ട്. അപ്പോൾ മരിയൻ തീർത്ഥയാത്രയുടെ ഒരു ഭാഗം ഓസ്ട്രേലിയ, ഇറ്റലി, അതുപോലെ തന്നെ അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉടമ്പടി എടുത്തവരുടെ സാക്ഷ്യങ്ങളാണ്. അപ്പം നമുക്ക് ഓൺലൈനിൽ അവരവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പറയും, നമുക്കിവിടെ കിട്ടിയിട്ട് നമ്മളിത് ഓൺലൈനായിട്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സാക്ഷ്യം കേൾക്കും. ഈ കാലം എന്തൊരു രസമാണ് ശരിക്കും. കൊറോണയെ തോൽപ്പിക്കുന്ന വചനപ്രഘോഷമാണ് നടക്കുന്നത്. എന്താണ്, വീട്ടിൽ നിന്ന് ലണ്ടനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ അവർ കാണുന്ന കൃപാസ ആൾക്കാരെ ഇലക്ട്രാണ് സംസാരിക്കുന്നത്. അവരെ കാണാം. ഇവരെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ലോകം മുഴുവനും ഇവർ തത്സമയം കാണുകയും. അപ്പോൾ ഓസ്ട്രേലിയ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അതിന് വിത്ത് കമൻട്രി കൃപാസനത്തിൽ നിന്ന് അവരെ കമൻട്രി സ്വീകരിച്ചിട്ട് സാക്ഷ്യം സ്വീകരിച്ചിട്ട് അതിന് സാക്ഷ്യത്തെ കമൻറ്റ് ചെയ്തിട്ട് വിശ്വാസികൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജോയ്സ് പറയണത് പറഞ്ഞതാണ്, അവർ ഭർത്താവും ഭാര്യയുമുണ്ട്. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുമിച്ച് താമസിക്കണം. അതിനു വേണ്ടി അവർ ഭർത്താവിൻ്റെ ജോലി രാജിവെപ്പിച്ചിട്ടാണ് ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ലണ്ടനിൽ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഈ IELTS ഗുരുതരമായ പ്രശ്നമാണ്. കാരണം സ്പീക്കിങ്ങിൽ ഭയങ്കര പ്രശ്നം. ജോയ്സിനെ ഒരിക്കലും രക്ഷപ്പെടാറില്ല. അങ്ങനെ പലത് എഴുതി തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ആൾക്കാരെല്ലാം ഇവളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. കാര്യം നീ ഭർത്താവിൻ്റെ ജോലിയും കളഞ്ഞ് നീക്കാൻ ജോലി കിട്ടിയിട്ടില്ല, ഇത് എന്നാ ഉദ്ദേശിക്കണത്, തലക്ക് വട്ടാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇവർക്ക് പ്രാതി പിടിക്കാൻ. അപ്പോൾ ആ ഇടയ്ക്ക് എന്തിങ്ങനെ ഒരു പ്രശ്നം എന്ന രീതി കണ്ടില്ലേ. അപ്പോൾ ഉടനെ കൃപാസനത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഇവൾ യൂട്യൂബിലോട്ട് കയറ്റി യൂട്യൂബിലെ മുഴുവൻ സാക്ഷ്യങ്ങളും കേട്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാക്ഷ്യം പറയണത്, നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക വെച്ചാൽ പണ്ട് മുതലേ എനിക്ക് കർത്താവ് തന്ന ഒരു ഈ ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി കർത്താവ് പല കാലങ്ങളിൽ പലതരത്തിലുള്ള ദൈവിക പരിപാലനയുടെ ആത്മീയ ഘടകങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് ഡേറ്റാണ്. ഇപ്പോൾ കൃപാസനത്തിൽ തന്നെ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയാണ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഡേറ്റിൻ്റെ പ്രാർത്ഥികമായി ജോയ്സിക്ക് മനസ്സിലങ്ങനെ കൊണ്ട്. അപ്പോൾ ഡേറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം പറയണതല്ല, പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കത് കൊണ്ടിട്ടുണ്ടെങ്കിൽ സ്വാധീനിച്ച അതിൻ്റെ അർത്ഥം അവരെ ദൈവം ആ സമയത്ത് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജോയ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധ്യം കിട്ടി. എന്നാൽ ഇനിയിപ്പോൾ ഇത്ര നാളെ തോറ്റില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, ഇനി ഡേറ്റ് അച്ഛൻ പറഞ്ഞ പോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ എന്ത് ഡേറ്റ് ഇട്ട്, ഡിസംബർ 5 എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട്. അപ്പോൾ ഡിസംബർ 5 എന്നും പറഞ്ഞ് ഡേറ്റ് ഇട്ട് IELTSൻ്റെ. അപ്പോൾ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സെപ്റ്റംബർ കഴിഞ്ഞ് നവംബർ 18-ാം തീയതി ആയപ്പോൾ പെട്ടെന്ന് രാത്രി മൊബൈലടിച്ച് ആരെ വിളിച്ചതാണ്. പക്ഷേ വിളിച്ചപ്പോൾ വിളിച്ച ആളില്ല. നോക്കുമ്പോൾ 11:23 സമയം 11:23. അപ്പം അത് വലിയ അക്ഷരങ്ങൾ കണ്ട കാരണം ഇവൾക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദിസ് ഈസ് യുവർ ഡേറ്റ് എക്സാം. പക്ഷേ അപ്പോഴവർക്ക് മനസ്സിലായി 11 എന്ന് പറയുന്നത് നവംബർ മാസവും
23 ഡേറ്റ് വേണം. 11 നവംബർ മാസം. അപ്പോൾ അവൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ 11 നവംബർ മാസം ഡേറ്റ് എടുക്കാം. IELTS ഡേറ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞ് 11:23 അമ്മ രാത്രി കാണിച്ചതാണിത്, അതുകൊണ്ട് നമുക്ക് 11 നവംബർ 11 മാസമായ നവംബർ മാസം 23 ഡേറ്റ് എടുക്കാവുന്നു. അപ്പോൾ ഇവൾ നേരത്തെ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ്? ഡിസംബർ 5. അതാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നവംബർ മാസം പരീക്ഷക്കാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്, പരീക്ഷ ഡേറ്റാണ്. പക്ഷെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 18 അതിനുശേഷം നവംബർ 20, 21, 22 3 ദിവസം ഇവൾ ലീവ് എടുക്കേണ്ടതിനാണ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ലീവ് എടുക്കേണ്ടത്. പക്ഷേ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഒരിക്കലും സ്പീക്കിംഗ് ശരിയാകത്തില്ല. പണ്ട് അങ്ങനെയാണ് സംഭവിച്ചത്. സ്പീക്കിങ്ങിനാണ് എപ്പോഴും ആ മൊഡ്യൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അമ്മ ഇങ്ങനെ ഡേറ്റ് ഇട്ടതിന് ശേഷം അമ്മയ്ക്ക് ഡേറ്റ് ഏൽപ്പിച്ചതിന് ശേഷം ജോയ്സ് പറയേണ്ടത് ഞാൻ സാഹിബിമാർ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ബൈബിളിൽ ഒരു പാസേജ് പറയാൻ പറഞ്ഞു, ഒരു കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോണറ്റിക്സൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് ഇവിടെ സംസാരിക്കുകയാണ്. ഞെട്ടിപ്പോവും. അതായത് കഴിവാണിത്. ഇപ്പം ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയത്തില്ലേ? ഇപ്പം തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ്. അപ്പോൾ ദൈവമക്കളുടെ ഇത് എപ്പോഴും വിശ്വാസമെന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളുടെ കഴിവ് അങ്ങോട്ട് വർദ്ധിപ്പിക്കും. അത് എന്ത് തരത്തിൽ, ആത്മീയമായാലും ശരി ഭൗതികമായാലും ശരി, കഴിവ് വർദ്ധിപ്പിക്കും. 2 തരത്തിലുള്ള കഴിവാണിത് വർദ്ധിപ്പിക്കുന്നത്. വചനത്തിൻ്റെ പ്രത്യേകതയാണ്. 2 തരത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഇവളിങ്ങനെ സായിപ്പന്മാരെ പോലെ ഫോണറ്റിക്സും ആ പ്രൊനൗൺസിയേഷനൊക്കെ അടിച്ചു പൊളിച്ച് സംസാരിച്ച് ഉള്ളിൽ കെട്ടില്ല, സങ്കടമില്ല, ഭാരമില്ല, ഒന്നുമില്ല. ചുമ്മാ പുഷ്പം പോലെ പോയി അങ്ങനെ പരീക്ഷയ്ക്ക് സ്പീക്കിങ്ങിന് പറയും. 7.5 സ്കോർ ചെയ്യും. ആ സ്കോർ ചെയ്ത റിസൾട്ട് തന്നെ എന്നാണെന്നറിയാമോ? റിസൾട്ട് വന്നത് ഡിസംബർ 5. അതാണ് ഡേറ്റ്, കിട്ടുന്ന ഡേറ്റ് അതാണ്. ഈ അമ്മ പറഞ്ഞത് ഡിസംബർ 5 എന്ന് പറയുമ്പോൾ IELTS 13 ദിവസം വേണം റിസൾട്ട് വരാൻ. ആ ഡേറ്റാണ് പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്, നവംബർ 23. അപ്പോൾ ഇവൾ എന്നിട്ട് പിന്നെ വേറെ ഒരു അത്ഭുതം പറയും. അനുഭവം പറയണത് വെച്ചാൽ അത് കേൾക്കാൻ നല്ല രസമാണ്. യൂട്യൂബിലുണ്ടത്, യൂട്യൂബിൽ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കുറേ കാലം മുമ്പ് ദേവാലയത്തിൻ്റെ മുകളിൽ ഒരു ചാരം നിറത്തിലുള്ള മാതാവ് നിൽക്കുന്ന, കൂടെ ചിറകുള്ള ഒരു മാലാഖയും നിൽക്കുന്ന ആ ഒരു സന്ദേശം. അപ്പം ഈ മാതാവിനെയാണ് പിന്നീട് ആരോട് ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ചാരം നിറവർത്ത മാതാവ്. പിന്നെയാണ് അത് കൃപാസനം മാതാവാണെന്ന് തിരിച്ചറിയണത്. ഇത് പറഞ്ഞിട്ട് ജോയിസ് ഒരു കാര്യം പറയും, ഇപ്പം എനിക്ക് തോന്നുന്നത് മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് തോന്നണത്. ആ സാക്ഷ്യത്തിലുണ്ട്, മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് തോന്നണതെന്ന്. എന്ന് വെച്ചാൽ ഈ ദൈവവുമായിട്ടുള്ള യാത്രയിൽ അത് സത്യസന്ധമായ യാത്രയാണെങ്കിൽ നമുക്ക് കൂടെ ഫീൽ ചെയ്യും, കൂടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ദൈവം കൂടെ നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ദൈവം കൂടെ നിൽക്കണ പോലെ ഫീൽ ചെയ്യണം. ഇപ്പം നമ്മൾക്കിത്, അതായത് ക്രിസ്ത്യൻ ആധ്യാത്മികതയിലെ തന്ത്രമന്ത്രങ്ങളും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം നിനക്കുണ്ടാകണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ല വേറെ ഒരു തരത്തിലുള്ള ജിംനേഷ്യമോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള എക്സസൈസുകളോ ഒന്നും ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ്? സത്യസന്ധമായി നീ ഒന്ന് സ്നേഹിച്ച് നോക്കണം, അപ്പോൾ ദൈവം കൂടെ നിൽക്കണ, അപ്പം നിനക്കത് ഫീൽ ചെയ്യും.
ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പോലെ, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെ എന്നെ നീ വളർത്തണമേ. എൻ്റെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, ദൈവ മക്കളാകാനുള്ള കഴിവ് എനിക്ക് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ ഉണ്ടാവുക, അതാണ് മോള് അവസാനം പറഞ്ഞത്. കർത്താവിൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യണമെന്ന് എപ്പോഴും. എൻ്റെ മക്കളെ, അൾട്ടിമേറ്റായിട്ട് വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി, അൾട്ടിമേറ്റായിട്ട് വാട്ട് ഈസ് ഹെവൻ, ഹെവൻലി എക്സ്പീരിയൻസ്, സ്വർഗത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നതും അടിസ്ഥാനപരമായിട്ട് എന്താണ്? കർത്താവ് കൂടെയുള്ള അനുഭവമാണ്. നമുക്കിങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? കർത്താവ് കൂടെ വരാൻ വേണ്ടി ഈ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ നീ ചേർത്ത് നിൽക്കാൻ വേണ്ടി, കർത്താവിനോട് നിന്നെ ചേർപ്പിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയാണതെല്ലാം. ഞാൻ അങ്ങനെ ഓർക്കിയിരുന്നേ, ഈ നല്ല കള്ളനോട് ഈശോ എന്നാ പറഞ്ഞത്? നല്ല കള്ളനോടെ ഈശോ എന്നാ പറഞ്ഞത്? നീ എൻ്റെ കൂടെയുണ്ടാകും. എന്നാ ഒരു വർത്തമാനമാണ്. നമ്മളെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 23:42 വചനങ്ങളല്ലേ? നീ എൻ്റെ കൂടെയുണ്ടാകും. സ്വർഗമെന്ന് പറയണത് എന്താണ്? നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ഫണ്ടാസ്റ്റിക്കായിട്ട് അങ്ങനെ ഒരു എന്താണ് സർക്കാസ്റ്റിക്കായിട്ടുള്ള യാതൊരു സങ്കല്പങ്ങളുമില്ല. വളരെ സിമ്പിൾ സങ്കല്പങ്ങളേ ഉള്ളൂ സ്വർഗത്തെക്കുറിച്ച്. ക്രിസ്ത്യാനിറ്റിയിലെ സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വളരെ കൃത്യമാണ്. എന്താണ്? സ്വർഗത്തിൽ എന്തുണ്ടാകത്തില്ലെന്നല്ല, ഒരു കാര്യം കർത്താവ് അഷർ ചെയ്തിട്ടുണ്ട്, ജീസസ് വിൽ ബി വിത്ത് യു. പറഞ്ഞ മനസ്സിലായില്ലേ? സ്വർഗത്തിനെക്കുറിച്ച് നമുക്ക് സർക്കാസ്റ്റിക്കായിട്ടുള്ള സങ്കല്പങ്ങളൊന്നുമില്ല. നമുക്ക് വളരെ കാതലായിട്ടുള്ള ഒരു കാര്യം മാത്രം. എന്താണ്? സ്വർഗത്തിൽ ജീസസ് വിൽ ബി വിത്ത് അസ്. അത് കള്ളനോടും പറഞ്ഞവൻ, നീ എൻ്റെ കൂടെയുണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഒരുപാട് ഈശോയെ ആരാധന. ലൂക്കാസുവിശേഷം 23:42. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീ എൻ്റെ കൂടെയുണ്ടാകും. ആ വിശ്വാസത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നല്ല കള്ളനോട് പോലും ഈശോ പറഞ്ഞ ഏറ്റവും അവസാനം മാനസാന്തരപ്പെട്ട ഒരാളാണ് പുള്ളിക്കാരൻ, അല്ലേ? കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള തിരുഭാവത്തിന്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭൂമിയിലുള്ള ട്രാൻസ്ഫിഗറേഷൻ, കുരിശിൽ സംഭവിക്കുന്ന ട്രാൻസ്ഫിഗറേഷൻ്റെ മുന്നാസ്വാദനമാണ് താബോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവ് ദൈവികമായ ശരീരത്തിലേക്ക് ആവഹിക്കപ്പെടുന്നതിന് മുമ്പ് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് അവസാനം 11ാമത്തെ മണിക്കൂറിൽ ഓടി വന്നിട്ട് മാനസാന്തരപ്പെട്ട മനുഷ്യനാണ് ഈ നല്ല കള്ളൻ. അവനോട് കർത്താവ് ഒരു വാക്കാണ് പറഞ്ഞത്. ഒരു സുവിശേഷം മുഴുവനും ആ വാക്കിലുണ്ട്. എന്താണ്? ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അതാണ് വാക്ക്. 23:42 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം എന്താണ്? ഇന്ന് നീ എന്നോടുകൂടെ
പർദീസയിലായിരിക്കും. അപ്പോൾ സ്വർഗം എന്ന് പറയണത് എന്താണെന്ന് ഈശോ ഡിഫൈൻ ചെയ്ത് വളരെ വ്യക്തമായ രീതിയിൽ വാട്ട് ഈസ് ഹെവൻ ഈശോ പറഞ്ഞു. എന്താണ്? ഞാൻ അവിടെ ഉണ്ടാകും. എങ്ങനെയുള്ള ഞാനാണ്? മരിച്ചുയർത്തെഴുന്നേറ്റ് നിനക്ക് നിത്യജീവൻ നൽകി മരണത്തിൻ്റെയും ജീവൻ്റെ മേൽ കർത്താവായി ഞാൻ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വലിയ പ്രബോധനത്തെ നന്ദി പറയുന്നു. ഇന്ന് നീ എന്നോട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അപ്പോൾ അച്ഛന് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈശോ കൂടെ ഉള്ളതാണ് ഈശോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെവനെങ്കിലേ ഈശോ ഈ ഭൂമിയിൽ നമ്മുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് സ്വർഗം എന്ന് പറയണത്. ഈശോ എപ്പോൾ കൂടെയുണ്ട് അപ്പോഴൊക്കെ ഹെവനാണ്, നമുക്ക് സ്വർഗമാണ്. ഈശോ എപ്പോഴെല്ലാം നമ്മുടെ കൂടെയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു, അപ്പോൾ വി ആർ ഇൻ ഹെവൻ. ഈശോ എപ്പോഴെല്ലാം നമ്മുടെ കൂടെയുള്ളതായിട്ട്, ഇപ്പം ജോയ്സി എന്താ പറഞ്ഞത്? കർത്താവ് കൂടെയുള്ള പോലെ തോന്നണമെന്ന് എപ്പോഴും ആണേ. അതുകൊണ്ടുണ്ടാകുന്ന, അതായത് കർത്താവ് കൂടെയുണ്ട്. ഇപ്പം ഈ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താ? ഇപ്പം നമുക്ക് അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവിക ഉദ്ദേശം. കൃപാസനത്തിന് ഒരു ഉദ്ദേശമില്ല ഉടമ്പടിയുമായിട്ട്. ദൈവം തന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനാണ് ഉദ്ദേശം. എന്താ ഉദ്ദേശം? നമ്മളുടെ കൂടെ. ഉടമ്പടി ചെയ്ത മോസസിനോട് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഉടമ്പടി ചെയ്ത എബ്രാഹിമിനോട് എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, വിശുദ്ധനാവുക. ഉടമ്പടി ചെയ്ത ഈശോ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അൺടിൽ ദി ലാസ്റ്റ്. എല്ലാം ഐ വിൽ ബി വിത്ത് യു, എല്ലാം ദൈവം നമ്മുടെ കൂടെയാണ്. അബ്രാഹത്തിനോടായാലും മോസസിനോടായാലും ഈശോ വന്നപ്പോഴായാലും ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവം നമ്മുടെ കൂടെ. പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങൾ ചെയ്ത ഉടമ്പടിയിലൂടെ അങ്ങ് ഞങ്ങളുടെ കൂടെ അധിവസിക്കുന്നത് അനുഭവിക്കുവാൻ ആന്തരിക ഇന്ദ്രിയങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിലുള്ളവർ, ഓൺലൈനിലുള്ളവർ എല്ലാവരും എഴുതി നിൽക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, യോഗാതിരമായ ഇടങ്ങളിലെ അങ്ങയുടെ വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, നിരവധികള് യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ക്യാൻസർ രോഗികൾ പറയുന്നു. യേശുവിലേക്ക് നീട്ടി
ആരാധന. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, രോഗമുള്ള ഇടത്ത് നിങ്ങളുടെ നിങ്ങളുടെ കൈകൾ വെക്കുക. കർത്താവിൻ്റെ നാമത്തിലാണ് വെക്കേണ്ടത്, നിങ്ങളുടെ നാമത്തിലല്ല കേട്ടോ, യേശുനാമത്തിലാണ് വെക്കേണ്ടത്. കർത്താവേ, ഓൺലൈനിലും ഇവിടെയും അനേകം മക്കൾ അവരുടെ ഉദരത്തിലും ശ്വാസകോശങ്ങളിലും കർത്താവേ, ശിരസ്സിലും തൊണ്ടയിലും അടിവയറ്റിലുമൊക്കെ കർത്താവേ നിൻ്റെ കൈകൾ വെക്കുക. കർത്താവ് നിൻ്റെ കൈകളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. 35 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ സകല പുണ്യാളന്മാരുടെയും സാക്ഷ്യം നിർത്തിക്കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ ലോകം മുഴുവനുള്ള മക്കൾ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ കർത്താവെ മാരകമായ രോഗങ്ങൾക്കും തീരാവ്യാധികൾക്കും കർത്താവെ വിടുതൽ കിട്ടാൻ വേണ്ടി കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. മരുന്ന് ലേപനമല്ല കർത്താവെ, അങ്ങയുടെ വചനമാണ് മക്കൾ സുഖപ്പെടുക കർത്താവെ. പരിശുദ്ധമേ ദേവമാതാവിനെ കൃപാസാൽത്താരയിൽ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി അത്രയും കാരുണ്യം ഞങ്ങളോട് കാണിച്ച് അതിലൂടെ ഇത് ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും തന്നുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ കാണിച്ച സ്വർഗീയമായ വാത്സല്യത്തെ ഓർത്തുകൊണ്ട് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ തീരാവ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്നേഹത്തോടെ മക്കളെ, നടുവേദനയുള്ളവർ, കിഡ്നി വേദനയുള്ളവരൊക്കെ കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈശോ. കർത്താവ് എനിക്ക് തന്ന ഒരു ആന്തരിക ബോധ്യമാണ്. കിഡ്നി വേദികളെ സുഖപ്പെടുത്തുന്നതും അവർ തന്നെ നടുവിൻ്റെ കശികൾ തെറ്റിയവരെ സുഖപ്പെടുന്നത്. അതുകൊണ്ട് ആ മേഖലകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഭുജങ്ങളില്ലേ, നമ്മുടെ 2 ഭുജങ്ങൾ, അവിടെ വേദനയുള്ളവരും എപ്പോഴും നീർക്കെട്ടുന്നവരും അസ്ഥി ദ്രവിക്കുന്നവരും അസ്ഥി തേയുന്നവരുമൊക്കെ ആ തേയ്മാനമുള്ള സ്ഥലങ്ങളെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, ഇപ്പോഴ് വെറുതെ ശരീരത്തിലൊക്കെ ആവശ്യമില്ലാത്ത ഇപ്പം മുഖത്തൊക്കെ ഇങ്ങനെ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് രോഗങ്ങൾ വളരുന്നവരെ കാണിക്കുന്നുണ്ട്. കർത്താവരൊക്കെ അവിടെ എല്ലാം മുഖത്തെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുടെ രക്തത്തിലേക്ക് കലരാൻ പോവുകയാണ്. കർത്താവ് പി സി ഒടിക്കാരെയും കർത്താവ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരെയും മക്കളില്ലാത്തവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എപ്പിലെപ്സി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ തന്നെ അപസ്മാര രോഗികളെ, ഓട്ടിസം രോഗികളെ മുഴുവനും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ തലയിലെ അതുപോലെ ഞരമ്പിലെ കേടുള്ളവരെയും അത് ബ്ലോക്കുള്ളവരെയും നെഞ്ചിൽ ബ്ലോക്കുള്ള ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് സിസ്റ്റുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെയും ചെവിക്ക് കേൾവിക്കുറവുള്ളവരെയും കൈകാലുകൾ അനങ്ങാത്തവരെയും കൈ പൊക്കാൻ പറ്റാത്തവരെയും കൈകൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്തവരെയും ജോലി മുട്ടി വീട്ടിലിരിക്കുന്നവരെയും എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, ശ്രുതികയുടെ മക്കളെ, എൻ്റെ കർത്താവേ, നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈശോ തന്ന വചനത്തെ
പ്രവർത്തനം എല്ലാം നന്ദി പറയുന്നത് കർത്താവേ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ. സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈ നിമിഷം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ, ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, പ്രവാസത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ, എല്ലാവരും ശാരീരിക രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ജീവിത തടസ്സങ്ങള്, ദുരിതങ്ങള് യേശുനാമത്തില് വിട്ടുമാറട്ടെ. ശ്രുതികട്ടെ. പ്രിയമക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, പരീക്ഷ എഴുതിക്കൊണ്ട് നിൽക്കുന്നവര്, എപ്പോഴും പരീക്ഷയ്ക്ക് ഓരോ മൊഡ്യൂൾസിന് തോറ്റുപോകുന്നവര്, വിഷയങ്ങൾക്ക് തോക്കുന്നവര്, ഉപരി വിദ്യാഭ്യാസമോ ജോലിക്കേറ്റമോ, ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ നിൽക്കുന്നവർ, നാട്ടിൽ പോരാൻ പറ്റാത്തവർ, ഇവിടുന്ന് കയറി തിരിച്ചു പോകാൻ പറ്റാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദന അനുഭവിക്കുന്നവർ, തർക്കപ്പുരയിടങ്ങളിൽ താമസിക്കുന്നവർ, വഴക്ക് നടക്കുന്നവർ, വിവാഹത്തിൻ്റെ തടസ്സങ്ങളുള്ളവർ, വിവാഹം പിരിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ, പിരിഞ്ഞിട്ട് വേദന അനുഭവിക്കുന്നവർ, ഈശോ വല്ലാത്ത രീതിയിൽ ജീവിതം തന്നെ എന്തിനാണെന്നറിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്നവരെ, എൻ്റെ മക്കളെ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടുന്ന സമയമാണ്. ദൈവികമായ തീരുമാനം അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുകയും നിങ്ങളെ സന്ധിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങൾക്ക് നാളെ കർത്താവിൻ്റെ നാമത്തിൽ ഈ അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുകയും ചെയ്യും. നിങ്ങളുടെ സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങൾ സാക്ഷികളാക്കണമേ, ഞങ്ങൾ സാക്ഷികളെപ്പോലെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അത് ശക്തമായി സ്തുതിക്കട്ടെ, അത് ശക്തമായി സ്തുതിക്കട്ടെ, അത് ശക്തമായി സ്തുതിക്കട്ടെ. ഞാൻ എല്ലാ മക്കളെ സ്വയം പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കളെ സ്വയം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറി പറയുന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച മുഴുവൻ വിഷയങ്ങളും അടിപ്പിണർ പോലെ വൈദ്യാഘാതം ദൈവികമായ ശക്തി യേശുവിന്റെ നാമത്തിൽ കർത്താവ് സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു. നാമത്തില് വിടുതൽ ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും എല്ലാ പരാജയങ്ങളും കർത്താവ്, സാമ്പത്തിക കർത്തകളും കർത്താവ്, ജീവിത നിലവാരം തകർന്നു പോയവരെ, ജീവിത വ്യാപാരങ്ങൾ, ജീവിതത്തിലുള്ള കർത്താവ്, ജോലി, തൊഴിലുകൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, യാത്രകളെല്ലാം മുടങ്ങിപ്പോയവരെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നീ കണ്ണുനീരിടുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമാധാനം നഷ്ടപ്പെടുന്നു, ആ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ മധ്യസ്ഥത്തിലെ ഈശോ ഏർപ്പെട്ട് ഈശോ ദൈവികമായ ശക്തി ഇടപെടട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ നീ വലിയ സാക്ഷിയായ ദൈവം നിന്നെ മാറ്റട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ചൈതന്യം നിറയപ്പെടുകയാൻ പോവുകയാണ്. 18:14 കർത്താവ് കൂടെയുള്ളതിനാൽ എല്ലാ ഉദ്യമങ്ങളും ഓരോ മക്കളെയും ഈശോ ആശീർവദിക്കുന്നു, ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. മാരക രോഗങ്ങളിൽ കഴിയുന്നവരെ ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. തിരുസഭയെ ഈശോ ആശീർവദിക്കുകയാണ്. തിരുസഭ നേടുന്ന എല്ലാ വിശ്വ സത്യങ്ങളെ ഈശോ ആശീർവദിക്കുകയാണ്. വാസനത്തിൽ പരിശുദ്ധ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭ ഏറ്റെടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ചൈതന്യം ഉള്ളിലായിരിക്കുന്ന ഓരോ മക്കളെയും സ്പർശിക്കുകയാണ്. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉടമ്പടി നിയോഗങ്ങളെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരുന്നും വ്യത്യസ്തമായ മേഖലയിൽ നിന്നും ചാനലിൽ ഇരുന്നു കൊണ്ടും
യൂട്യൂബ് ചാനൽ ശുശ്രൂഷ കൂടി പ്രാർത്ഥിക്കുന്ന തത്സമയ നിയോഗങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ ഞങ്ങൾക്കും ലോകത്തിന് മുഴുവനും വേണ്ടി സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥമായിരിക്കും.